ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ അടിപൊളി ചിരങ്ങക്കറിയാണ്. നല്ല ഈസിയാണ് ഈ കറി ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കൽ നോക്കാം. ഇവിടെ ഞാനൊരു ചെറിയൊരു കഷ്ണം ചിരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു രണ്ടാൾക്കൊക്കെ കഴിക്കാൻ പറ്റിയത്ര കറിയാട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ മത്തങ്ങൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ പുറം ഭാഗമെല്ലാം കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ ചെറിയ കഷ്ണമല്ല എന്നാൽ വലിയ കഷ്ണമല്ല, ആ ഒരു രീതിക്കാട്ടാ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ കട്ട് ചെയ്താൽ മതി, കാരണം ഇത് നമ്മൾ വേവിച്ചിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ സൈസിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഇതിൽ ഞാൻ അധികം മസാലയൊന്നും ചേർക്കുന്നില്ല, കുറച്ച് മസാല തീരെ ചേർക്കുന്നില്ല. അധികം എന്ന് പറയാനില്ല, ഒരു പച്ചമുളകും ഉള്ളിയും മാത്രമേ ഇടുന്നുള്ളൂ. പിന്നെ ആ മത്തങ്ങൻ്റെ ഫ്ലേവർ തന്നെ ഇല്ല ഒരു കറിയാണ്. പണ്ടത്തെ ആൾക്കാരെല്ലാം ഇങ്ങനെ കറി ഇനിയിപ്പോൾ ഇതാ ഈ കട്ട് ചെയ്ത ചിരങ്ങൻ്റെ കഷ്ണമെല്ലാം ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സാധാരണ കടായിലെല്ലാം ചെയ്തെടുക്കാം, ഞാൻ പിന്നെ മൺചട്ടി യൂസ് ചെയ്തേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ഞാൻ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവാൻ വെക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം ഒരു 5 പച്ചമുളകെല്ലാം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല മണമുള്ള പച്ചമുളകാണെങ്കിൽ പിന്നെ 5 മതിയാവും. അതിൽ കുറവാണെങ്കിൽ മണമൊന്നുമില്ലാത്ത പച്ചമുളകാണെങ്കിൽ ഒരു 8 ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒരു 10 മിനിറ്റ് മതിയാവും മത്തൻ കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. അത് നമ്മൾ ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കിയാൽ മതി. നല്ല ഉടഞ്ഞു വരുന്ന സമയമാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി ഈ കറിയിലേക്ക് ഒരരപ്പ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ ഞാൻ ഒരു 3/4 കപ്പ് തേങ്ങ, കുറച്ച് ജീരകം, പിന്നെ ഇത് അരഞ്ഞ് വരാൻ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളെ മത്തന് നല്ല കുക്കായി വന്നിട്ടുണ്ട്. 10 മിനിറ്റോളം എടുത്ത് ഇത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉടച്ചു നോക്കുമ്പോൾ നല്ല ഉടഞ്ഞ് വരുന്നുണ്ട്. അതാണ് ഇതിൻ്റെ വേവ്. പിന്നെ ഇത് ഫുള്ള് ഉടക്കുന്നുണ്ടെങ്കിൽ ഫുള്ള് ഉടച്ചെടുക്കുക. പച്ചമുളകും പിന്നെ മത്തങ്ങയും അതെല്ലാം ഉടച്ചെടുക്കുക. അല്ലാണ്ട് കുറച്ച് ബാക്കി വെച്ചിട്ട് ഉടക്കാത്ത പീസ് അങ്ങനെ വെച്ചിട്ട് അങ്ങനെയും ചെയ്തെടുക്കുക. രണ്ടും ടേസ്റ്റ് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ അരച്ച അരപ്പില്ല, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ മിക്സി ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് തിളക്കാൻ പാടില്ല. അരപ്പ് ചേർത്തതിന് ശേഷം തിളക്കുന്നതിന് തൊട്ട് മുന്നേ തന്നെ ഓഫ് ചെയ്യണം, ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പം പിന്നെ തിളച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മാറും. പിന്നെ ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമുക്ക് മത്തങ്ങ വേവിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അത് ഏതായാലും പ്രശ്നമില്ല. അപ്പം പിന്നെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നമ്മൾ തിളക്കുന്നതിന് തൊട്ട് മുമ്പിൽ ആ ഒരു സ്റ്റേജിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി ഇതിലേക്ക് ഒന്ന് താളിച്ചിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട്. പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പം സാധാരണ നമ്മൾ താളിപ്പ് ചെയ്യുന്ന കണക്ക് തന്നെ കടുകിടാം. കടുക് പൊട്ടിയതിന് ശേഷം വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കലാണ് നല്ലത്. ഞാനിപ്പോൾ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളകും നല്ല 2
പച്ചമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മൾ താളിച്ചത് നേരെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈസിയായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ രീതിയിലുള്ള ചിരങ്ങ കറിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.